ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും രാവിലെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയതിൽ തന്നെ വളരെ സന്തോഷം. ഇത്രയും എഡ്യൂമി യൂണിവേഴ്സ് ഫാമിലിയിൽ ഇത്ര ആൾക്കാരെ ഒന്നിച്ച് ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിൽ എഡ്യൂമി യൂണിവേഴ്സ് ടീമിനോട് അവരുടെ ആ ഒരു എഫേർട്ടിനെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ചെയ്യുന്നു. അതേപോലെ നെക്സ്റ്റ് ഒരു സീസണിൻ്റെ ബിഗിനിങ് ആണ് ദിസ് മന്ത്. അതാണ് സ്കിൽ അപ്പ് റൈസ് അപ്പ് മാർച്ച് 2023. അപ്പോൾ ഈ ഒരു സീസൺ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ധാരാളം പ്ലാനിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർ പ്ലാനിങ് നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സൈഡാണെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ്റ് സൈഡിലാണെങ്കിലും അതിനകത്തെല്ലാം ഓൾറെഡി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടുന്ന് ഗ്രാബ് ചെയ്യുക. ഇവിടുന്ന് കിട്ടുന്ന ഒരറിവും നിങ്ങൾ ഡ്രോപ്പ് ചെയ്യരുത്. അത് പ്രോപ്പർലി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡിജിറ്റൽ ഫേസ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക. കാര്യം കൊറോണയ്ക്ക് ശേഷം ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഫേസിലൂടെയാണ് എല്ലാ സർവീസസും. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ഫോൺ എടുക്കുമ്പം ആ ആവശ്യത്തിൽ എത്തുന്നതിന് മുന്നേ നമ്മളൊരു 50-100 പരസ്യങ്ങൾ കഴിഞ്ഞു. അത് ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഇൻക്ലൂഡ് ഗൂഗിൾ ആയിക്കോട്ടെ. അപ്പം അത്രയും പ്ലാറ്റ്ഫോംസ് നമ്മളെ പല പല സ്ഥാപനങ്ങളുടെ അല്ലെ പല പല കാര്യങ്ങളുടെ പരസ്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കാം. ആ പരസ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്തതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പം അതേപോലെ നമ്മുടെ പരസ്യങ്ങളും നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിൽ എത്തിക്കുക എന്നുള്ളത് ഈ സീസണിൽ നിങ്ങൾ എൻഷുർ ചെയ്യുക. അതായത് ഡിജിറ്റൽ പ്രസൻസ് എല്ലാ ഫ്രാഞ്ചൈസീസും സ്റ്റാഫ് പാർട്ട്നേഴ്സ് എല്ലാവരുടെയും അതായത് ഇൻഡിവിജ്വലി നിങ്ങൾ എൻഷുർ ചെയ്യുക. അതായത് നിങ്ങൾ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ നിങ്ങൾ എല്ലാവരും ആഡ് ചെയ്യുക. ബിക്കോസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ പലർക്കും പല ഡൗട്ട് ഉണ്ട് ഏത് കൺട്രി വേണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളുള്ള ഒരാളുടെ ജോബ് ടൈറ്റിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് കണ്ടാൽ നമ്മൾ ഡെഫിനറ്റ്ലി ആളെ അപ്രോച്ച് ചെയ്യുള്ളൂ. നമ്മൾ പുറത്ത് പോയി ഒരാളോട് ചോദിക്കുന്നതിലും എന്തുകൊണ്ടും ബെറ്ററാണ് നമുക്കറിയാവുന്ന ഒരാൾ. അപ്പം അതേപോലെ തന്നെ നമ്മളിവിടെ ഡെയിലി നമ്മളിവിടുന്ന് തന്നെ പോസ്റ്റുകൾ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക. ബിക്കോസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു ഫോൺ കോണ്ടാക്ട്സിലേക്ക് ഡെയിലി കടന്നു വരുന്നത് പല പല ആളുകളാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാവരും നമ്മുടെ വാട്സപ്പ് കോണ്ടാക്ട്സിലേക്ക് ആടായി വരിക. അപ്പം അവരെല്ലാവരെയും നമ്മളുടെ പരസ്യങ്ങൾ നമ്മളുടെ സർവീസുകൾ അറിയിച്ചുകൊണ്ടേ ഇരിക്കാം. ഇപ്പം നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് കരുതുമ്പോൾ എല്ലാവരും പറയും സ്റ്റഡി ഇന്ത്യ മാത്രമാണ്. അല്ല, നമ്മൾ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ അവർക്ക് വേണ്ട എല്ലാ സർവീസും നമ്മൾ A to Z പ്ലാറ്റ്ഫോമാണ്. അപ്പം ചില കൺസൾട്ടൻസീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ അവർ കൊടുക്കുക ജസ്റ്റ് കോഴ്സ് വൈൻഡ് ചെയ്ത് മാത്രം അല്ലെങ്കിൽ അഡ്മിഷൻ മാത്രം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഫുൾ ആൻഡ് ഫുൾ സർവീസാണ് കൊടുക്കുന്നത്. ആ സർവീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്നവർക്കെല്ലാം ഉപകാരമുണ്ട്. നമ്മളോട് ധാരാളം കുട്ടികൾ പോയേക്കുന്നു. അപ്പം അവരുടെ എല്ലാം ലൈഫ് സക്സസ് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ അഡ്വർടൈസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളെയും അവിടെ ഒരു ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഏതൊരു ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾ നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഷെയർ ചെയ്യുക. നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ അച്ചീവ്മെന്റ് ആണ്. ഒരു കുട്ടി പോയാൽ നമ്മുടെ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ ആ അച്ചീവ്മെന്റ് നിങ്ങൾ അവിടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ടേ ഇരിക്കുക. അത് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ സീസണിൽ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സൈഡ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാം. കാര്യം ആരാണെങ്കിലും ഫസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ആണെങ്കിലും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഗൂഗിൾ അതേപോലെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നാണ് നോക്കുക. അവിടുത്തെ ആ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി അവർക്ക് ഫസ്റ്റ് എൻഷുർ ചെയ്യണം നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് ഈ കുട്ടികളാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എപ്പോഴും നമ്മൾ 2 കൂട്ടരെയാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പം ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കേസിൽ ഒന്ന് പേരൻസിനെ, അത് കഴിഞ്ഞ് രണ്ടാമത് കുട്ടികളെ കാണിക്കുമ്പം കുട്ടികൾക്ക് വിദേശത്ത് പോകുന്ന എക്സ്പ്ലോറിങ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതാണ് അവരുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരിക. പേരൻസിനെ സംബന്ധിച്ചിട്ട് അവർ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഡ്രീമാണ്. അപ്പോൾ ആ 2 ഡ്രീമാണ് നമ്മളവിടെ 2 രീതിയിൽ വേണം അഡ്വർടൈസ് ചെയ്യാൻ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നവരോട് പറയുക നിങ്ങളുടെ ഓഡിയൻസിനെ 2ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഒന്ന് സ്റ്റുഡൻസിൻ്റെ കാറ്റഗറി, അതേപോലെ പേരൻസിൻ്റെ കാറ്റഗറി. ഐ തിങ്ക് ഞാനിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് പേരൻസിൻ്റെ കാറ്റഗറിയാണ്. കാര്യം അവരുടെ മക്കളെ സേഫ് ആക്കാൻ അവരാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഈ രാജ്യത്ത് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പേരൻസിനെ ഇത് കാണിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്കൗട്ട് ആവും. ഇപ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ലൊക്കേഷൻ എടുക്കുകയാണ്, എന്ന് പറയുന്ന ലൊക്കേഷൻ എടുത്താൽ അവിടെ തന്നെയാണ് പേരൻസും കാണുക കുട്ടികളും കാണുക. എനിക്ക് തോന്നുന്നു പേരൻസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ പേരൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുക. കുട്ടികളിലേക്ക് പോകുമ്പോൾ അത് നേരെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതേപോലെ ഫ്രീക്വൻ്റ്ലി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് യൂസ് ചെയ്യാം.
നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വളർന്നു വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചെറിയ ലൈക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ചെറുതെന്ന് പറയുന്നത് അവരുടെ ഫോളോവേഴ്സ് വെച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കഴിവ് നിങ്ങളിലേക്ക് ഉപയോഗിക്കുക. അതേപോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അംബാസഡർ ആവുക. നിങ്ങൾ തന്നെ നിങ്ങൾ നമ്മുടെ ഡെയിലി ലൈക്ക് മോർണിംഗ് ഹഡിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ധാരാളം പുതിയ ന്യൂസുകൾ, ടെക്നോളജി റിലേറ്റഡ് ആയിക്കോട്ടെ, കോഴ്സ് റിലേറ്റഡ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി മോർണിംഗ് ഹഡിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ മോർണിംഗ് ഹഡിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ CRMൻ്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ ഞാൻ നെക്സ്റ്റ് എടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. അതായത് CRM നിങ്ങൾ പ്രോപ്പർലി ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും മിസ്സാവുന്നത് ഫോളോ അപ്സ് ആണ്. പ്രോപ്പർ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ എൻക്വയറിയും പോകുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് വിളിച്ചാൽ എനിക്ക് സ്പോട്ടിൽ ആൻസർ ഇടണം. അല്ല എങ്കിൽ മാക്സിമം ഞാൻ വെയിറ്റ് ചെയ്ത് 2 days ആണ്. ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആളെ തേടിപ്പോവും. ആ 2 daysനുള്ളിൽ നമ്മൾ ആ ഒരു കൺവേർഷനിലേക്ക് എത്തിക്കുക. ഇപ്പം ഒരു എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഒരാളെ വിളിച്ചു, ലൈക്ക് ഒരു കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്തു. ഞാൻ അറ്റ് എ ടൈം ഒരു 3-4 ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് വേണ്ടി റെഗുലർ അറ്റൻഷൻ എടുക്കുന്ന ആൾക്കാർ, എന്നെ അതേപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ അവിടെ ഒരു ഡീല് വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പം ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാത്രിയിലും വല്ലതും ആണ് ബ്രോഷേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ അവിടെ വർക്കൗട്ട് ആവില്ല, അവിടെ എല്ലാം അത് ഡ്രോപ്പ് ആയി പോകും. അപ്പം നിങ്ങൾ ലൈക്ക് CRM ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈക്ക് ഡാറ്റ ഉണ്ടാവും. നമുക്ക് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്യാം, റിമൈൻഡർ സെറ്റ് ചെയ്യാം, ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച്. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് നമ്മുടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആവുക. എന്നെങ്കിലും നമ്മൾ സ്ഥാപനം തുടങ്ങിയ കാലം മുതലുള്ള കുട്ടികളുടെ ഡാറ്റാബേസ് കിട്ടും. അതിനകത്തോട്ട് റെഗുലർലി ലൈക്ക് ഒരു 1 month വൺസ് നമ്മളിപ്പം ഇതേപോലെ തന്നെ പറഞ്ഞ ഓഫേഴ്സ് ആൾക്കാർക്ക് കൊടുക്കാം. ആൾക്കാരൊരു പരസ്യം കാണണമെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് വേണം. ഇപ്പം ഞാനൊരു പരസ്യം കാണുകയാണെങ്കിൽ ഈ പരസ്യം കണ്ട എനിക്ക് എന്താ ബെനിഫിറ്റ്? ഇപ്പം നമ്മളെല്ലാവരും UPI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം. അപ്പം നമ്മൾ നോക്കുക ഏതിലാണ് ക്യാഷ് ബാക്ക് കിട്ടുക. ലൈക്ക് കുട്ടികൾ കൂടുതലും ലൈക്ക് UPI ആപ്സിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കൂടുതൽ ഫ്രീക്വൻ്റ്ലി നോക്കും. അപ്പം ചില സമയത്ത് ഫോൺ പേ ഒക്കെ വന്ന സമയത്ത് അവർ കൂടുതൽ അങ്ങനെയുള്ള ഓഫേഴ്സാണ് കൊടുത്തത്. അപ്പം നിങ്ങളും ലൈക്ക് ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഉള്ള ആക്ടിവിറ്റീസ് വർക്കൗട്ട് ചെയ്യാൻ. ലൈക്ക് നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഓഫറുകളെ അഡ്വർടൈസ് ചെയ്യാം. നിങ്ങളുടെ യുണീക്കായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം, അത് നിങ്ങൾ എന്നൊരു വ്യക്തിയെക്കുറിച്ച് അവരിലേക്ക് അറിയിക്കുക. ഇപ്പോൾ ഓരോ ലൊക്കേഷൻ എടുക്കുമ്പോൾ ഞാൻ ഇന്ന ലൊക്കേഷനിൽ ഇന്ന ആളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി പ്രൊഫൈൽ കാര്യങ്ങളുണ്ട്. ആ പ്രൊഫൈലിനെ നിങ്ങൾ സെയിൽ ഔട്ട് ചെയ്യുക. അതിനെ സെയിൽ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. കാര്യം നമ്മളൊരു ബിസിനസ്സിൽ നമ്മളെ ബ്രാൻഡാക്കി പുറത്തേട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ എത്ര അംബാസഡേഴ്സിനെ കൊണ്ടുവന്നാലും വർക്കൗട്ട് ആവില്ല. നമ്മൾ സംസാരിക്കണം. ആൾക്കാർ നമ്മുടെ അടുത്തൊരു സർവീസിന് വരുന്നുണ്ടെങ്കിൽ എന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരെയും വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോപ്പർലി നമ്മളായിട്ട് തന്നെ അവരുടെ മുന്നിൽ നിൽക്കുക. നമ്മൾ ഒരിക്കലും അവിടെ മറ്റൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യെസ് സാർ ദാറ്റ്സ് അവർ മിസ്റ്റേക്ക്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കാം. പിന്നെ ഒരു സ്റ്റുഡൻറ്റോ ലൈക്ക് ഏത് സർവീസ് ആയിക്കോട്ടെ ആര് വന്നാലും നമ്മൾ അവർക്കുള്ള സൊല്യൂഷൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാവൂ. ഒരിക്കലും നമ്മളത് കോംപ്ലിക്കേഷൻ ആക്കരുത്. സാർ ഇങ്ങനെ പോലെ ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞ് കുഴപ്പിക്കരുത്. അവർക്ക് വേണ്ട ഇതാണ് സാറിൻ്റെ പ്രോബ്ലം, ലൈക്ക് ഇതാണ് സൊല്യൂഷൻ. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ നമ്മളോട് പറഞ്ഞ് പേടിപ്പിക്കില്ലല്ലോ, നമുക്കുള്ള സൊല്യൂഷൻസ് തരുള്ളൂ. അല്ലാതെ ഡോക്ടർ നമ്മളെ ഇതിങ്ങനെ ആയ നമ്മുടെ ബോഡിക്ക് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി കുറേ ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും പാനിക് ആവത്തേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളുടെ ഇഷ്യൂ എത്ര വലുതാണെങ്കിലും അതിന് കറക്റ്റ് സൊല്യൂഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പം അവന് സ്കോറില്ല, അപ്പം നമുക്ക് വേറെ കൺട്രീസ് സജസ്റ്റ് ചെയ്യാം. യു വിൽ ട്രൈ ദിസ് കൺട്രി. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് അവർക്ക് മുന്നിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ മൈൻഡ് ഫ്രീ ആക്കി അങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലൊക്കെ പോയാലും അവരെല്ലാവരും ഈ കോംപ്ലിക്കേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യും. ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ചാൻസ് കുറവാണെന്ന് പറയും. അങ്ങനല്ല, നമുക്ക് ഈ കൺട്രിയിലേക്ക് നമുക്ക് അടുത്ത കൺട്രി ഉണ്ട്, നമുക്ക് ആ കൺട്രി നോക്കാം. അപ്പോൾ അവന് കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യമാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് കിട്ടുന്ന ബോണ്ടിങ്. അവൻ തന്നെ പുറത്തിറങ്ങി നമ്മുടെ അഡ്വർടൈസ് ചെയ്യും. ലൈക്ക് ഇവിടെ പോയാൽ മതി, അവിടെ ആണെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അവർ നമ്മളെ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള നമുക്ക് റെഫറൻസസ് ധാരാളം ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ സ്കൂളുകൾ, ടീച്ചേഴ്സ്, കാര്യങ്ങൾ എല്ലാവരെയും നമ്മുടെ അംബാസഡേഴ്സ് ആക്കണം. അത് നമ്മൾ അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പോയി ഒരിക്കലും നിങ്ങളിത് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യരുത്. സാർ ഇതാണ് ഓപ്ഷൻ, ഇത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ബെനിഫിറ്റ്. എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പറയാം അവർക്ക് നമുക്ക് എത്ര കൊടുക്കാം, ഇതാണ് ദിസ് ഇസ് യുവർ ബെനിഫിറ്റ്. അപ്പോൾ അവർ നമുക്ക് വോളിയം കിട്ടും.
ലൈക്ക് അതായത് വോളിയം ഓഫ് സെയിൽ കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. ആ ഒരു മെത്തേഡ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ പരീക്ഷിക്കുക. ഈ ഒരു സീസൺ എന്ന് വെച്ചാൽ അടിപൊളി സീസണാണ്. കാര്യം കൊറോണ ഒക്കെ കഴിഞ്ഞ ആൾക്കാർ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള ഫുൾ ഫ്ലഡ്ജിലുള്ള ഒരു സീസണാണ്. കാര്യം കഴിഞ്ഞ വർഷമൊക്കെ കൂടുതലും വിർച്വലായിരുന്നു, എക്സാംസ് കുറേയൊക്കെ വിർച്വൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഫുൾ ആൻഡ് ഫുൾ ഓഫ്ലൈൻ ആണ്. അപ്പോൾ ഈ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു സീസണിൽ. അപ്പം സ്കൂൾ ടീച്ചേഴ്സൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഡാറ്റാസ് കിട്ടും, നിങ്ങളുടെ ലോക്കലിലുള്ള, അതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കും. അതേപോലെ ലൈക്ക് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഗ്യാരണ്ടി പറയുന്നു. കാര്യം 1 o'clock വരെയാണ്. അപ്പോൾ 1 o'clock വരെ നിങ്ങൾ പ്രോപ്പർലി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇതേപോലെ സെയിൽസിൻ്റെ സൈഡിലാണെങ്കിലും ഡിജിറ്റൽ സൈഡിലാണെങ്കിലും എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വിനോദ് സാറും ലൈനിലുണ്ടാവും. സാറ് ഓൾമോസ്റ്റ് 11 o'clock ആകുമ്പം മേ ബി അവൈലബിൾ ആവുകയാണെങ്കിൽ സാർ നമ്മളോട് ജോയിൻ ചെയ്യും. അപ്പം സാറിനോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, സാർ ഒരിക്കലും ഒരാളെയും ലൈക്ക് ഒരു ഗുഡ് ലീഡർ ആക്കാനും ഒരു പ്രോപ്പർ ഗോൾ സെറ്റ് ചെയ്താണ് സാർ എല്ലാവരും കൂടെ കൊണ്ടുപോകുക. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ ലൈക്ക് ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. അതേപോലെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള ഗ്രീൻ ബെൽറ്റ് മാനേജ്മെൻറ്റ് ടീം, രാജ്മോൾ സന്ദീപ്, ഐഷ ബെർവിൻ, അതേപോലെ തന്നെ എഡുമി സെക്ഷൻ ഹെഡ് ജാസ്മിൻ മാം, അതേപോലെ തന്നെ എഡുമി ടീം, ഹോൾ അവർ ടീമിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.